അപ്പോ കോടതിയിൽ ആരോപിക്കുന്ന പോലെ അശ്വതി അരുണിന്റെ മുൻകാമുകയാണോ? മറുപടി പറയൂ. അല്ല, കാമുകയല്ല. എങ്കിൽ അരുണിന്റെ ഇല്ലീഗലായ ഭാര്യയായിരിക്കും അല്ലേ? ആണോ? അരുണിന്റെ ഭാര്യയാണോ? അത് മടിക്കാതെ പറയൂ. ഞാൻ ആ വീട്ടുജോലിക്ക് നിൽക്കുക. ആണോ? ആ, അതെ. എനിക്ക് മോളെ വളർത്താൻ വേറെ നിവർത്തിയില്ല. അവിടെ വസുന്ധരാമ്മ നല്ല ശമ്പളം തരുന്നുണ്ട്. അതാ. Objection, Your Honor. Objection overruled. കോടതിയിൽ ആരോപിച്ച പോലെ ശ്രീകുട്ടി അശ്വതിയുടെ അരുണിന്റെ മകളാണ്. പറയൂ, ശ്രീകുട്ടി അരുണിന്റെ മകളാണോ? അത് എന്റെ മകളാ. അതെ, സമ്മതിച്ചു. ശ്രീകുട്ടിയുടെ അച്ഛൻ അരുണാണോ എന്നാ ചോദ്യം. അല്ല. എൻ്റെ ശ്രീകുട്ടിയുടെ അച്ഛൻ ഞാൻ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തന്നെ എന്നെ ഉപേക്ഷിച്ച് പോയതാ. ഇപ്പോൾ എവിടാണെന്നൊന്നും എനിക്കറിയില്ല.
കോടതി, എന്റെ ജഡ്ജി മേഡം ഇതൊന്നും വിശ്വസിക്കരുത്. ഇത് പച്ച കള്ളോ. ഇത് അരുണിന്റെ മോളാ ശ്രീകുട്ടി. ഇതെന്ത് മറിമായോ ഞാൻ സമ്മതിക്കില്ല. ഇത് കോടതിയാണ്. ഇത് കള്ളോ വക്കീലെ, പച്ച കള്ളോ. ദേ ആ ശ്യാമയുടെ ബുദ്ധി ഇതെല്ലാം. ഐശ്വര്യ മിണ്ടാതിരിക്കുന്നത് കോടതിയാണ്. മോളെ, ഈ നിൽക്കുന്നയാള് മോളുടെ അച്ഛനാണോ? പറയൂ. അല്ല, ഇത് അരുണങ്കിളാ. ഞാൻ അങ്കിൾന്നാ വിളിക്കുന്നത്. മുൻപ് എതിർഭാഗം വക്കീൽ പറഞ്ഞതെല്ലാം സത്യവിരുദ്ധമാണെന്നും എന്റെ കക്ഷി അരുണിനെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ കെട്ടിച്ചമച്ച കഥയാണെന്നും ഇതിനാൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. എതിർകക്ഷി ഐശ്വര്യ കള്ളക്കഥകൾ പിണയാൻ നിപുണയും അരുണിന്റെ ജീവിതത്തിൽ അരുണിനെ മാനസികമായി പീഡിപ്പിക്കുകയും ഒരു വിധത്തിലും അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത്. ശ്യാമ സ്വത്ത് എഴുതി കൊടുത്തതിന്റെയും ഒപ്പം വിവാഹമോചനത്തിന് ഐശ്വര്യ ആവശ്യപ്പെട്ട തുക 75 ലക്ഷം രൂപയും ശ്യാമ സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഐശ്വര്യയ്ക്ക് നൽകിയതിന്റെ രേഖയും ഇവിടെ കോടതിയിൽ ഹാജരാക്കുകയാണ്. ആയതിനാൽ എന്റെ കക്ഷിക്ക് ഈ ദുരിതം നിറഞ്ഞ ദാമ്പത്യ ബന്ധത്തിൽ നിന്നും മോചനം കോടതി അനുവദിച്ചു തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അപ്പൊ വിവാഹമോചനത്തിന് ഐശ്വര്യക്ക് പൂർണ്ണ സമ്മതമാണോ? അല്ല, ഈ പറഞ്ഞ 75 ലക്ഷം രൂപ ശ്യാമ എനിക്ക് തന്നത് ശരിയാ. അത് ഞാൻ മുമ്പ് ശ്യാമയ്ക്ക് ഒരു അത്യാവശ്യത്തിന് കടം കൊടുത്ത രൂപ തിരിച്ചു തന്നതാ. ഞാൻ മുമ്പേ കോടതി പറഞ്ഞ 250 പവനും എന്റെ മമ്മിക്ക് കിട്ടാനുള്ള രൂപ എല്ലാം കിട്ടണം. അല്ലാതെ ഞാൻ ഡിവോഴ്സിൽ ഒപ്പിടില്ല. എനിക്ക് ആ പവനും തുകയും കിട്ടണം. അത് ദയവായിട്ട് വാങ്ങിത്തരണം. യുവർ ഓണർ, എന്റെ കക്ഷിക്ക് കിട്ടാനുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കാൻ ദയവായി സമയം അനുവദിച്ചു തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഈ കേസ് അടുത്ത മാസം 26-ാം തീയതിയിലേക്ക് മാറ്റി വച്ചിരിക്കുന്നു.
ശ്യാമയുടെ സന്ദർഭോചിതമായ ബുദ്ധിയാണ് ഇപ്പൊ രക്ഷയായത്. അശ്വതി കൊണ്ട് ആ കള്ളം പറയിച്ചത് നന്നായി. നിവൃത്തിയോടുണ്ട വക്കീലെ, അല്ലാതെ ഇങ്ങനൊരു കാര്യം അതും കോടതിയിൽ അതൊരിക്കലും പാടില്ലാത്തതാ. അരുണിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ സാരമില്ല. ശരി എന്നാ ഞാനങ്ങോട്ട്. ആ ചേച്ചി, അബി പറയടാ, കരയില്ലെന്ന്. അമ്മ എന്തിനാ കരയുന്നേ? അമ്മ കരയല്ലേ? അമ്മ അബി നീ കരയല്ലേ? സാരമില്ല. എന്നാലും അരുൺ എന്റെ ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ശ്രീകുട്ടി അരുണിന്റെ മോളല്ലെന്ന് എന്റെ നാവുകൊണ്ട് ഞാൻ പറഞ്ഞു പോയില്ലേ? അതിനും വിഷമിക്കുന്ന എന്തിനാ? എന്നെ അബി രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? വേറെ മാർഗമൊന്നുമില്ലായിരുന്നല്ലോ. സാരമില്ല. കോടതിയാ, കരയല്ലേ? ചേച്ചി, സോറി സോറി ചേച്ചി. ഏയ്, ശ്യാമ എന്തിനാ സോറി പറയുന്നത്? അപ്പോൾ ശ്യാമയ്ക്ക് ആ ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ റിമാൻഡിലായനെ. അത് ശ്യാമ, നീ എന്റെ അരുണിനെ രക്ഷിച്ചു. അരുൺ തൽക്കാലം രക്ഷപ്പെട്ടു. അത് ശ്യാമയുടെ മിടുക്ക് തന്നെയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഡിവോഴ്സ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇത്രയും കാലം ശ്യാമ ചെയ്തതെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ശ്യാമ കാണിച്ചത് കുറച്ച് കടന്ന കൈയായി പോയി മോളെ. കുടുംബത്തിനാകെ ഉണ്ടായിരുന്ന പകുതി സ്വത്ത്, കോടികളുടെ സ്വത്ത് എല്ലാം ഐശ്വര്യയുടെ പേരിലായി. എന്നിട്ട് ഡിവോഴ്സ് കിട്ടിയോ? അതുമില്ല. ശ്യാമ ആരോടും ആലോചിക്കാതെ ആ ചെയ്ത് ശരിയല്ലെന്ന് ഞാൻ പറയൂ. അതൊരിക്കലും കുടുംബത്തിൽ ആർക്കും അംഗീകരിക്കാനും പറ്റില്ല. ഇനി ഐശ്വര്യ അവളുടെ മമ്മി വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന ആർക്കറിയാം? ആലോചിക്കുമ്പോഴേ എനിക്ക് തല പെരുക്കുക. അവളെ വരുന്നത് പോലെ നമുക്ക് അനുഭവിക്കാം. ആ ശരി ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. സാർ, അവിടെ വലിയ ബഹളം നടക്കുക. ബഹളോ? ആര്? എന്താ പ്രശ്നം? സാറൊന്ന് വേഗം വാ സാറേ. അവിടെ സ്റ്റാഫിനെ എല്ലാം പുറത്താക്കുക. സ്റ്റാഫിനെ പുറത്താക്കുവാന്നോ? സാർ പെട്ടെന്ന് വാ. മതി, നിങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്തത് മതി. ഇപ്പൊ ഇറങ്ങിക്കോണം പുറത്ത്. അയ്യോ മേഡം, ഒന്നും പറയണ്ട, ഇറങ്ങടി പുറത്ത്. നിന്നെ ഒന്നും ഇവിടെ കൊണ്ടുപോകരുത്. എല്ലാം ആ ശ്യാമയുടെ ആൾക്കാരാ. നിന്നെയൊക്കെ ഇന്നത്തോടെ പിരിച്ചു വിട്ടിരിക്കാം. എന്താ ഇവിടെ? ഇറങ്ങിപ്പോവാൻ. എന്തൊക്കെയാ കാണിക്കുന്നേ? നിങ്ങൾ രണ്ടുപേർക്ക് ഇവിടെ എന്താ കാര്യം? മമ്മി കേട്ടില്ലേ? നമുക്കിവിടെ എന്താ കാര്യമെന്ന്. മാറങ്ങോട്ട്.
ഐശ്വര്യ എന്തായി കാണിക്കുന്നത്? എന്താ ഏതാന്ന് ശ്യാമയോട് എന്നെ വിളിച്ചു ചോദിക്ക്, അപ്പൊ മനസ്സിലാകും. ഐശ്വര്യ എന്റെ സ്വഭാവം മാറ്റരുത്. ആദ്യേട്ടാ, ഏട്ടനോട് എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ സോറി, ഈ ഓഫീസ് ഫാക്ടറി എല്ലാം ഇനി ഞങ്ങളുടേതാ. ഞാൻ MD, എന്റെ ഈ മമ്മി വൈസ് ചെയർപേഴ്സൺ. അതാണ് തീരുമാനം. ശ്യാമ ഇനി വരട്ടെ. എന്നെ അപമാനിച്ച് ഇവിടുന്ന് പുറത്താക്കിയവളാ ശ്യാമ. എന്റെ അധികാരം എന്താണെന്ന് ശ്യാമ ഇനി ശരിക്കും അറിയും. മമ്മി വാ, നമുക്ക് MD ക്യാബിനകത്തിരിക്കാം. ഇനി താമസിച്ചിട്ട് കാര്യമില്ല. എന്താ കാര്യം എന്ന് ശ്യാമയോട് ചോദിക്കാം. ശ്യാമേ, അങ്ങനെ പെട്ടെന്ന് സ്റ്റാഫിനെ പിരിച്ചുവിടുന്ന എന്തിനാ? ശ്യാമ മാഡം വരട്ടെ, അറിയണമല്ലോ. ശ്യാമ മാഡത്തിന്റെ ആൾക്കാരാണെന്ന് നമ്മുടെ പേരിലെ കുറ്റം. എന്തായാലും ശ്യാമ മാഡം നമ്മളെ കൈവിടില്ല, എനിക്ക് വിശ്വാസമാണ്. എന്താ ശ്യാമ ഇതൊക്കെ? നീ എന്ത് ബുദ്ധിമോശമായി കാണിച്ചത്? സ്വത്തെല്ലാം ഐശ്വര്യ പേര് എഴുതി വച്ചില്ലേ? ഇപ്പൊ കണ്ടില്ലേ അനുഭവിക്കുന്ന ഈ പാവപ്പെട്ട സ്റ്റാഫുകളാ. മാഡം ഞങ്ങളെ ഇറക്കി വിട്ട പെട്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? മാഡം ഒരു പരിഹാരം കാണണം. ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്ക, ഈ ജോലി പോയാൽ മക്കള് പട്ടിണിയാവും. അതെ, അതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. ശ്യാമേ, ഇതിനൊരു പരിഹാരം കാണും. ആദ്യേട്ടാ, ശ്യാമ വിചാരിച്ച ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. ശ്യാമേ, ഇതിനൊരു പരിഹാരമില്ലേ? നിന്നെ കൊണ്ടൊന്നും പറ്റില്ലേ? ആദ്യേട്ടാ, കുറച്ചൊന്ന് ക്ഷമിക്കുക. നിങ്ങൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. എല്ലാം ശരിയാവും, ഞാനാ പറയുന്നത്, ഉറപ്പ്. ശ്യാമയുടെ നമുക്ക് വിശ്വാസം. എനിക്കും വിശ്വാസം. എന്റെ കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നേരെയാവും. ശ്യാമയാ പറയുന്നത്.